ഇങ്ങനെ പ്രതികരണങ്ങൾ കൊണ്ട് സജീവമായിരുന്നു ഈ ദിവസം. അപ്പോഴും പറഞ്ഞു വെക്കുന്നത് എന്തുകൊണ്ടാണ് സസ്പെൻഷൻ നടപടിയിലേക്ക് ഒതുക്കിയത് കോൺഗ്രസ് ഈ തീരുമാനത്തെ? ഉപതെരഞ്ഞെടുപ്പ് വരുമെന്ന ആശങ്കയാണോ? ഇങ്ങനെയൊരു ചോദ്യം പ്രധാനമായി ഉന്നയിക്കപ്പെട്ടു ഈ ദിവസം. അതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ സംസാരിക്കും കിരൺ ബാബു. എന്തുകൊണ്ടാണ് സസ്പെൻഷനിൽ കോൺഗ്രസ് ഈ നടപടി ഒതുക്കിയത്? കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, എന്തുകൊണ്ട് പാലക്കാട് MLA സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിനോട് രാജിവെക്കാൻ ആവശ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തു നിന്നും രാജി ആവശ്യപ്പെട്ടു. കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പ്രാഥമിക അംഗത്തിൽ നടക്കം സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അപ്പോഴും MLA സ്ഥാനത്ത് നിന്ന് രാജി ആവശ്യപ്പെടുന്നില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം രാഹുൽ ഇപ്പോൾ രാജിവെക്കുന്നതല്ല, അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്നുള്ള ഭയം തന്നെയാണ്. 6 മാസത്തിൽ കാലാവധി ഉണ്ടെങ്കിൽ സാങ്കേതികമായി ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സമില്ല. അത്തരം ഒരു നീക്കം BJP കൂടി താല്പര്യമുള്ള ഒരു മണ്ഡലമാണ് പാലക്കാട്. BJPയും കോൺഗ്രസും CPMഉം ഒരേപോലെ തന്നെ ജയസാധ്യതയുള്ള, മൂന്നിൽ ഏത് പാർട്ടിയും ജയിക്കാൻ സാധ്യതയുള്ളൊരു മണ്ഡലം. BJPക്ക് അത്ര ഒരു താല്പര്യമുള്ളതുകൊണ്ട് തന്നെ BJPയുടെ താല്പര്യം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വാധീനിക്കുകയും അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് നയിക്കാനുമുള്ള സാധ്യത കോൺഗ്രസ് മുൻകൂട്ടി കാണുന്നുണ്ട്. സാധാരണഗതിയിൽ ഇനി ഇത്രേ കാലം മാത്രമേ ഉള്ള ഒരു സ്ഥലത്ത് ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യം BJPക്ക് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവാം. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ അവിടെ CPM ജയിച്ചാലും BJP ജയിച്ചാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിടുന്ന കോൺഗ്രസിനെ സംബന്ധിച്ച് അത് വലിയ തിരിച്ചടിയാവും. BJP ജയിച്ചാൽ കോൺഗ്രസിന്റെ പക്കലുണ്ടായിരുന്ന ഒരു സീറ്റ് കൊണ്ട് BJPക്ക് കൊടുത്തു എന്നുള്ള ആക്ഷേപത്തിലേക്ക് വരും. ഇനി അതല്ല, LDF ആണ് ജയിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും LDF 3ാം വട്ടം ഭരണത്തിലേക്ക് പോകുന്നു എന്നുള്ളൊരു പ്രതീതി ഉണ്ടാവും. നിലവിൽ കോൺഗ്രസിന് ഒരു ചെറിയ എഡ്ജുണ്ട്. നിലമ്പൂർ അടക്കമുള്ള ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെ ജയം, അതിനു മുമ്പുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലെ ജയം, അതോടൊപ്പം തന്നെ ലോക്സഭയിലെ മികച്ച പെർഫോമൻസ്. ഈ ടെമ്പോയിൽ നിന്ന് മാറി കോൺഗ്രസ് പരാജയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത് ഈ ഒരു മണ്ഡലത്തിൽ മാത്രമല്ല 140 മണ്ഡലങ്ങളിലെയും ജയസാധ്യതയെ ബാധിക്കുന്ന ഒന്നാണെന്ന് കോൺഗ്രസ് മുൻകൂട്ടി കാണുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു കാരണവശാലും ഇപ്പോൾ രാജിവെക്കേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് പാർട്ടി എത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ വിഷയം തുടർച്ചയായി ചർച്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് മറ്റൊന്നുകൂടി കാണുന്നുണ്ട്. മുമ്പ് സമാന അവസ്ഥയിൽ കേസുകൾ നേരിടേണ്ടി വന്ന ഇടതു നേതാക്കൾ ഇതുപോലെ ജനപ്രതിനിധി സ്ഥാനം രാജിവെച്ചിട്ടില്ല. ഈ വിഷയം ഉന്നയിച്ചു തന്നെ നിലനിൽക്കാം എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെയാണ് പ്രധാനപ്പെട്ട നേതാക്കളിൽ പലരും രാജിയിലേക്കടക്കം നീങ്ങാം എന്ന് ആദ്യഘട്ടത്തിൽ ചിന്തിച്ചുവെങ്കിലും പിന്നീട് അത്തരമൊരു നീക്കത്തിലേക്ക് പോകുന്നതിലെ അപകടം കോൺഗ്രസ് തിരിച്ചറിഞ്ഞത്. അവിടെ ജയിക്കാൻ കഴിയുമെന്ന് ആത്മവിശ്വാസത്തോടുകൂടി കോൺഗ്രസിന് പോകാൻ കഴിയില്ല. കഴിഞ്ഞ തവണ അങ്ങനെ ഒരു ജയമുണ്ടായെങ്കിൽ ഷാഫി പറമ്പിലിനെ പോലെ ജനകീയനായ ഒരു MLA, ഷാഫി പറമ്പിലിന്റെ സ്വന്തം കാൻഡിഡേറ്റായി, ഷാഫി പറമ്പിലിന്റെ വിശ്വാസ്യതയുടെ കൂടി വിജയമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലുണ്ടായ മികച്ച ഭൂരിപക്ഷം. ഇത്തവണ അങ്ങനെ ഒരു സ്ഥാനാർത്ഥി അവതരിപ്പിക്കുന്നതിനുള്ള പ്രയാസം, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഉയർന്നു വന്ന വലിയ വിവാദങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാവാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ കൊണ്ട് ഉപതെരഞ്ഞെടുപ്പിൽ ഒരു ജയത്തിനും പരാജയത്തിനുമുള്ള സാധ്യതകൾ തുല്യമായി തന്നെ കോൺഗ്രസ് വിലയിരുത്തുന്നുണ്ട്. ഇതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ പലതരത്തിൽ ഉയരുമ്പോഴും ധാർമ്മികത ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയൊക്കെ ഒരു രാജി എന്നുള്ള നിലപാടിലേക്ക് പോകണമെന്ന് ചില നേതാക്കളൊക്കെ വാദിക്കുമ്പോഴും അവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അപ്പോഴും പ്രതികരിക്കുന്ന ചില വനിതാ നേതാക്കൾ കോൺഗ്രസിലുണ്ട്. അവർക്കെതിരെ വലിയ സൈബർ ആക്രമണമാണ് ഇപ്പോൾ നടക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ട കോൺഗ്രസ് വനിതാ നേതാക്കൾക്കെതിരെ വ്യാപക സൈബർ ആക്രമണം. ഉമാ തോമസ് MLAയ്ക്ക് പുറമെ VD സതീശൻ അടക്കമുള്ള നേതാക്കൾക്കെതിരെയും കടുത്ത ആക്രമണം നടക്കുന്നുണ്ട്. ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് അവന്തികയുടെ വെളിപ്പെടുത്തൽ പുറത്തെത്തിച്ച News 18 സീനിയർ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഡാൻ കുര്യനെതിരെയും രാഹുൽ അനുകൂലികളുടെ സൈബർ ആക്രമണം തുടരുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെച്ച് പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് മാറി നിൽക്കണമെന്ന നിലപാടെടുത്ത കോൺഗ്രസ് വനിതാ നേതാക്കളായ ഉമാ തോമസ്, ബിന്ദു കൃഷ്ണ, RMP നേതാവ് KK രമ, മുൻ യൂത്ത് കോൺഗ്രസ് നേതാവ് താര ടോജോ അലക്സ്, KC വേണുഗോപാലിന്റെ ഭാര്യ K ആശ, ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് സംസ്ഥാന രക്ഷാധികാരി അരുണിമ M കുറുപ്പ് എന്നിവർക്കെതിരെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സൈബർ പോരാളികൾ കടന്നാക്രമണം തുടരുന്നത്. എന്നാൽ ആക്രമണം ശക്തമായതോടെ KC വേണുഗോപാലിന്റെ ഭാര്യ ആശ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചു. എന്നാൽ രാഹുൽ രാജിവെക്കണമെന്ന നിലപാടിൽ മാറ്റമില്ലെന്ന് ഉമാ തോമസ് ആവർത്തിച്ചു. തനിക്കെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ നടക്കുന്നത്
സൈബർ ആക്രമണമായി കാണുന്നില്ലെന്നും ഉമാ തോമസ് പ്രതികരിച്ചു. എനിക്ക് സ്വതന്ത്രമായിട്ട് എന്ത് പറയാനുണ്ടോ അതുപോലെ എല്ലാവർക്കും ആ സ്വാതന്ത്ര്യം, അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. നമ്മൾക്ക് എന്ത് പറയാനുണ്ടോ അത് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. എന്തായാലും ആ വ്യക്തിഹത്യോ എന്താ ആവട്ടെ, ഞാൻ അതൊന്നും വായിക്കാനേ പോയിട്ടില്ല. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ എന്നും ഉറച്ചു നിൽക്കുന്നു എന്റെ അഭിപ്രായം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, കെ സി വേണുഗോപാൽ തുടങ്ങിയവർക്കെതിരെയും അധിക്ഷേപ പരാമർശങ്ങൾ സൈബർ ഇടങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകനേക്കാൾ കടന്നാക്രമണം നടത്തിയത് പ്രതിപക്ഷ നേതാവാണെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ വിമർശനം. ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് അവന്തികയുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്ന് രാഹുൽ കഴിഞ്ഞ ദിവസം ആരോപിച്ച ന്യൂസ് 18 പ്രതിനിധി ഡാൻ കുര്യനെതിരെയും സൈബർ ഇടത്തിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ സൈബർ ആക്രമണമാണ്. ഗൂഢാലോചന തെളിയിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാകണമെന്നാണ് ന്യൂസ് 18 പ്രതിനിധി ഡാൻ കുര്യന് പറയാനുള്ളത്. ഞാൻ തിരിച്ച് രാഹുലിനോട് ചോദിക്കുകയാണ്, അങ്ങനെ ഒരു ഗൂഢാലോചന നടന്നിട്ടുള്ളതിന്റെ എന്തെങ്കിലും തെളിവ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പക്കലുണ്ടെങ്കിൽ ഇന്നലെ മാധ്യമങ്ങളെ വാർത്താ സമ്മേളനത്തിൽ വിളിച്ചു വരുത്തി ഈ കാര്യങ്ങൾ വിശദീകരിച്ച പോലെ ബാക്കി കാര്യങ്ങളോടെ പുറത്തുവിടാൻ ഞാൻ വെല്ലുവിളിക്കുന്നു. അതോടൊപ്പം അവന്തിക പറഞ്ഞ ഒരു കാര്യമുണ്ട്, ടെലിഗ്രാം ചാറ്റ് കൂടി പുറത്തുവിടണം രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ അത് പുറത്തുവിടാൻ തയ്യാറായില്ലെങ്കിൽ മറ്റു വഴി അതുകൂടി പുറത്തു വരും. അപ്പോൾ താങ്കളുടെ നില കൂടുതൽ പരുങ്ങലിലാകും. അതിനു മുമ്പ് താങ്കൾ തന്നെയാണ് അതിൽ വിശദീകരണം നൽകേണ്ടത്. ഇങ്ങനെ സൈബർ പടയാളികളെ വെച്ചുകൊണ്ട് കടന്നാക്രമണം നടത്തിയാലൊന്നും പേടിച്ച് ഈ ജോലിയിൽ നിന്നും പിന്മാറുന്നവരല്ല ഞങ്ങൾ ആരും. അത് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിനിടെ സൈബർ ആക്രമണത്തിന് നേതൃത്വം നൽകുന്നത് ഷാഫി പറമ്പിലാണെന്ന് ഡിവൈഎഫ്ഐ ആരോപിച്ചു. ഉമാ തോമസിനെതിരായി നടന്നുകൊണ്ടിരിക്കുന്ന വെർബൽ റേപ്പിംഗ്, ഈ വെട്ടുകളിക്കൂട്ടത്തിന്റെ സൈബർ ആക്രമണത്തെ ഡിവൈഎഫ്ഐ ശക്തമായി പ്രതിഷേധിക്കുകയാണ്. ഇത് ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയാത്ത ഒന്നാണ്. ഇതിന്റെ പിന്നിൽ ഷാഫി പറമ്പിൽ എംപിയാണ്. ഷാഫിയാണ് ഈ സംഘത്തെ മുഴുവൻ ഇപ്പോൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. സൈബർ ആക്രമണം തുടരുന്നതിൽ കടുത്ത അതൃപ്തിയിലാണ് കോൺഗ്രസ് നേതൃത്വം. ന്യൂസ് 18 തിരുവനന്തപുരം. ഉമാ തോമസിനെതിരായ സൈബർ ആക്രമണത്തിനെതിരെ KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ. ഉമാ തോമസിനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ സൈബർ ഇടങ്ങളിലെ മുഖമില്ലാത്ത ഗുണ്ടകൾ ശ്രമിക്കുന്നതിനെ ഗൗരവമായി കാണണമെന്ന് അലോഷ്യസ് പറഞ്ഞു. നിയമ നടപടികൾ ഉൾപ്പെടെ സ്വീകരിച്ച് മുന്നോട്ട് പോകണമെന്നും അലോഷ്യസ് സേവ്യർ ആവശ്യപ്പെട്ടു. സൈബർ ആക്രമണത്തോട് ഉമാ തോമസ് ആർജവത്തോടെ പ്രതികരിച്ചു എന്നായിരുന്നു മന്ത്രി ആർ ബിന്ദുവിന്റെ പ്രതികരണം. കൂട്ടത്തോടെ ആക്രമിക്കുന്നത് ആശങ്കാജനകമാണ്. സാമൂഹ്യ വിരുദ്ധ നിലപാടാണ് കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളിൽ നിന്ന് വരുന്നതെന്നും ആർ ബിന്ദു പറഞ്ഞു. ഉമാ തോമസ് വളരെ ആർജവത്തോടെയാണ് പ്രതികരിച്ചത്. ഏത് വനിതാ നേതാക്കൾക്കും അങ്ങനെ തന്നെ ഈ വിഷയത്തോട് പ്രതികരിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അതിൻ്റെ പേരിൽ അവരെ കൂട്ടത്തോടെ സൈബർ ആക്രമണത്തിന് വിധേയമാക്കുന്ന ഒരു ദുരവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ ആശങ്കാജനകമാണ്. തങ്ങളുടെ കൂട്ടത്തിലുള്ള സ്ത്രീകൾക്ക് തന്നെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്നു എന്നുള്ളത് ഏത് തരത്തിലാണ്